ബഹുമാനപ്പെട്ട റൈമൺ സാർ, ഡോക്ടർ ജെ അൽബാരിസ്, ശ്രീമൻ ബെൻസൺ റൊസാരിയോ, ഡോക്ടർ വരീദയ്യ, ശ്രീമാൻ എസ് എൽ പെരേര, ബെർലിംഗ് കുറുമ്പര, സേവ്യർ സാർ, ഞാൻ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കുളച്ചൽ യുവജന സംഘടനയുടെ നേതാവ്, എന്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, ഒരു 2 വർഷത്തിന് മുമ്പ് കുളച്ചൽ യൂത്ത് മൂവ്മെന്റും ഞങ്ങളും തിരുവനന്തപുരത്തു നിന്നുള്ള കാത്തലിക് ഫെഡറേഷനും ഡോക്ടർ വരീദയും നെയ്തൽ മക്കൾ സംഘവും കൂടി ചേർന്നാണ് കുളച്ചൽ യുദ്ധം നടത്തിയ മത്സ്യത്തൊഴിലാളികളെ ആദരിക്കുവാനായിട്ടുള്ള പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോയത്. ഈ യുദ്ധം കഴിഞ്ഞ് ഏകദേശം 260 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് കുളച്ചൽ യുദ്ധം നടത്തിയ ആളുകളാരെന്ന് അതിന്റെ അവകാശികളായ നമ്മൾ പോലും ചിന്തിച്ചില്ല എന്നുള്ളത് ഒരുപക്ഷെ ഈ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കുറവും കുഴപ്പവുമായിട്ട് വേണം നമ്മൾ കാണേണ്ടത്. എനിക്ക് തമിഴ്നാട്ടിലെ കാര്യങ്ങൾ അറിയില്ല. കേരളത്തിലെ ഇല്ലാത്ത ചരിത്രം ഉണ്ടെന്ന് പൊക്കിപ്പിടിച്ചുകൊണ്ട് അടുത്ത ചരിത്രത്തിൽ ഉണ്ടാക്കുവാനായിട്ട് കോപ്പ് കൂട്ടുന്ന ആളുകളുള്ളൊരു നാടാണ് ഇന്ത്യ. ഒരു ചരിത്രവുമില്ല. പക്ഷേ ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു, ഞങ്ങൾ മറ്റവരായിരുന്നു, ഞങ്ങൾ നമ്പൂതിരിയായിരുന്നു, ഞങ്ങൾ ബ്രാഹ്മണനായിരുന്നു എന്ന് പറയുകയും ഇനി ഞങ്ങൾക്ക് ബ്രാഹ്മണന്റെ അപ്പുറത്ത് ഈശ്വരനാകണമെന്ന് കുതിച്ചു പായാൻ ശ്രമിക്കുന്നിടത്ത് എന്തോക്കെ നമ്മുടെ പൂർവികർ കാട്ടിക്കൂട്ടിയിട്ട് ഈ രാജ്യം ഭരിച്ചിട്ട് നമ്മളാണ് ഈ രാജ്യം ഭരിച്ചതെന്ന് എഴുന്നേറ്റ് നിന്ന് പറയുവാൻ സങ്കോചമില്ലാതെ നമ്മൾ ഉറങ്ങിക്കിടന്ന കുറ്റകരമായ അനാസ്ഥയാണ് നമ്മൾ കാണിച്ചത്. ഞാനിത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടർ അൽബാരി സാറ് വളരെയധികം വിദഗ്ധനായിട്ടുള്ള ഒരു ചരിത്രകാരനാണ്. അദ്ദേഹം വളരെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റിയുടെ ഒരു തീസിസ് ഞാൻ കണ്ടതുമാണ്. അതിന്റെ ഒരു കോപ്പി. സംഘകാല ചരിത്രമെടുത്ത് നോക്കുമ്പോൾ പാണ്ഡ്യരാജാക്കന്മാരെ കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ട്. പാണ്ഡ്യരാജാക്കന്മാരുടെ കൊടിയുടെ ചിഹ്നം പോലും മത്സ്യമായിരുന്നു. പല ചരിത്രകാരന്മാരും പാണ്ഡ്യരാജവംശം തന്നെ മുക്കുവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണെന്നാണ് പല ചരിത്രകാരന്മാരെ സമർത്ഥിക്കുന്നത്. പക്ഷെ നമ്മളാരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടോ? നമ്മളെ സംഘടിപ്പിച്ചവർ നമ്മളോട് അങ്ങനെ പറഞ്ഞോ? നമ്മുടെ പൂർവികരായിരുന്നു ഈ രാജ്യം ഭരിച്ചിരുന്നെന്ന്. ഒരുപക്ഷെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു വളരെ നീണ്ട കാലം പാണ്ഡ്യരാജവംശം. ഇങ്ങ് കേരളത്തിന്റെ അങ്ങ് മലബാർ അറ്റം വരെ പാണ്ഡ്യരാജവംശത്തിന് അധികാര പരിധികളുണ്ടായിരുന്നു. കേരളത്തിലെ പിൽക്കാലത്ത് വന്ന എല്ലാ നാടുവാഴികളും പാണ്ഡ്യരാജാവിന് കപ്പം കൊടുത്തുകൊണ്ട് നൂറ്റാണ്ടുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിച്ചുകൂട്ടിയവരാണ്. എന്തുകൊണ്ട് നമ്മളത് മറന്നു? ഇതിന് നമ്മൾ ഉത്തരം കണ്ടെത്തുന്നതാണ് നമ്മൾ ഇനി വരും കാലങ്ങളിൽ ഇത് നിരന്തരമായി നമ്മളാണ് നടത്തിയതെന്ന് പറഞ്ഞ് വരും തലമുറയെങ്കിലും വളരെ അന്തസ്സുള്ള ആളുകളായിട്ട് മാറ്റുവാനായിട്ടുള്ള ഒരു കർത്തവ്യബോധം നമുക്കുണ്ടാകണം. അതിന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇന്ന് നമ്മൾ കേട്ടിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. ഇന്ന് കേട്ടു കഴിഞ്ഞാൽ നമ്മളാണിത് നടത്തിയതെന്ന് നമ്മൾ ഓരോരുത്തരോട് പറയുകയും അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറുകയും ചെയ്യണം. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പാണ്ഡ്യരാജവംശത്തോടുകൂടി കാര്യങ്ങൾ തീർന്നില്ല. കേരളത്തില് ഒരു കഥയുണ്ട്. അത് കേരള മഹാത്മ്യമെന്നും കേരള ഉത്പത്തി എന്നൊക്കെ പറയും. കേരളോത്പത്തി ഏകദേശം 17-ാം നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട ഒരു സാങ്കല്പിക കഥയാണ്. കേരളോത്പത്തിയുടെ കഥയനുസരിച്ച് കേരളമുണ്ടായത് പരശുരാമൻ എന്ന് പറയുന്ന ഹൈന്ദവരുടെ സാങ്കല്പിക ദൈവം. പരശുരാമൻ ഗോകർണം എന്ന് പറയുന്ന കർണാടക മേഖലയിലെ ഒരു സ്ഥലത്ത് നിന്ന് മഴ വരഞ്ഞ് കന്യാകുമാരിയിലെത്തിയപ്പോൾ ആ മഴ കന്യാകുമാരിയിൽ വീണമെന്നും അവിടെ വരെയുള്ള കടല് പിന്നോട്ട് വലിഞ്ഞ് കരയുണ്ടായി, അങ്ങനെ കേരളമുണ്ടായി എന്നാണ് കേരളോത്പത്തി പറയുന്നത്. കേരളോത്പത്തി പല കാലഘട്ടങ്ങളിൽ പല കഥകളായിട്ട് രൂപാന്തരം പ്രാപിച്ച് ഇന്നൊരു ഹിന്ദു കഥ മാത്രമായിട്ടാണ്. പക്ഷെ 1716 മുതൽ 1722 വരെ കേരളത്തിൽ പ്രവർത്തനം നടത്തിയിരുന്ന ഡച്ചുകാരുടെ ഒരു ചാപ്ലിൻ എന്ന് പറയുന്നത് പുരോഹിതനാണ്, അച്ഛനാണ്, പ്രൊട്ടസ്റ്റന്റ് ചാപ്ലിൻ. അദ്ദേഹം ഡച്ച്
ഡച്ചുകാർക്ക് അവരുടെ നാട്ടിലേക്ക് എഴുതിയ കത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാം വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹം എഴുതിയത്, അദ്ദേഹം 18ാം നൂറ്റാണ്ടിൽ കേട്ട കഥയനുസരിച്ച് പരശുരാമൻ മുറമറിഞ്ഞപ്പോഴാണ് ഗോകർണത്തുനിന്ന് കന്യാകുമാരി വരെ മുറം വന്ന് വീണത്. അങ്ങനെയാണ് കേരളം ഉണ്ടായത്. അങ്ങനെ കേരളം ഉണ്ടായപ്പോൾ കേരളത്തിൽ താമസിക്കാനാളില്ല. ഒരു പുതിയ ഭൂമി ഉണ്ടായപ്പോൾ പുതിയ ഭൂമിയിൽ താമസിക്കാനാളില്ല. അതുവരെ ഈ കടല് മലയോട് ചേർന്നാണ് അടിച്ചുകൊണ്ടിരുന്നത്, ഈ സഹ്യാദ്രി വരെ. അപ്പൊ കേരളം കടല് പിന്നോട്ട് വലിച്ചപ്പോ താമസിക്കാനാളില്ലാതായപ്പോ അദ്ദേഹം 62 കുടുംബങ്ങളെ, ബ്രാഹ്മണ കുടുംബങ്ങളെ കൊണ്ട് ഈ മേഖലയിൽ സ്ഥാപിച്ചു. പക്ഷെ ബ്രാഹ്മണര് മാത്രമായിട്ട് പൂജ ചെയ്തുകൊണ്ടിരുന്ന കാര്യം നടക്കുമോ? അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വേണം. അവർക്ക് ആഹാരത്തിന് കൃഷി ചെയ്യാൻ ആൾ വേണം, മറ്റ് പല സൗകര്യങ്ങൾക്ക് മറ്റ് ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഒരു സൃഷ്ടി വേണം. അതിനുവേണ്ടി അദ്ദേഹം നോക്കിയപ്പോ ചുറ്റുവട്ടാത്ത ആരെയും കണ്ടില്ല. അദ്ദേഹം അങ്ങ് ദൂരെ മലമുകളിൽ മുക്കുവർ മീൻ, അവിടെ കിടക്കുന്ന വെള്ളത്തിൽ വല വീശി മീൻ പിടിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹം ഉടനെ ഈ മുക്കുവരെ വിളിച്ച് ആ വലയും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. മുക്കുവർ വലയും കൊണ്ടുവന്നപ്പോൾ ആ വലയിൽ നിന്ന് 3 നൂല് വലിച്ചെടുത്ത് ആ നൂലെടുത്ത് ഈ മുക്കുവർക്ക് കഴുത്തിൽ അണിഞ്ഞിട്ടാണ് അവരെ നമ്പൂതിരിമാരെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബ്രാഹ്മണരും നമ്പൂതിരിയും എന്നവർ 2 തരത്തിലുള്ള ആൾക്കാരാണ്. നമ്പൂതിരിമാർ ഓരോ നാട്ടിന്റെയും അധിപന്മാരായി, നാടുവാഴികളായി, വലിയ ഭൂസ്വത്തിനുടമകളായപ്പോൾ ബ്രാഹ്മണര് അമ്പലങ്ങളോട് ചേർന്ന് മാത്രം ജീവിക്കുന്ന, ചെറിയ ഒരു വാസസ്ഥലത്ത് മാത്രം ജീവിക്കുന്ന, പൂജാകർമ്മങ്ങൾ നടത്തുന്ന ആളുകളായിട്ട് മാറി. അപ്പോ ഈ കേരളത്തിലെ ജേക്കബ് കാറ്റർ ഫിഷറിന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ആദ്യത്തെ നമ്പൂതിരിമാരെന്ന് പറയുന്നത് മുക്കുവരായിരുന്നു. നമ്മളാരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു കഥ? ഇത് നമ്മുടെ കഥയായിരുന്നു, നമ്മൾ കേട്ടിട്ടില്ല. മറ്റൊന്നാണ് സംഭവിച്ചത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, കേരളത്തിലെ രാജാക്കന്മാരിൽ ബ്രാഹ്മണരായിട്ടുള്ളത് കൊച്ചി രാജാവ് മാത്രമായിരുന്നു. ബാക്കിയെല്ലാം നായർ രാജാക്കന്മാരാണ്. ബ്രാഹ്മണരായിട്ടുള്ള കൊച്ചി രാജാവ്, ഒരു രാജാവ് മരിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി എല്ലാ കർമാദികളും കഴിയുമ്പോൾ അദ്ദേഹം ആദ്യം സ്വീകരിക്കുന്ന, ആ നാട്ടിലെ പൗരപ്രമുഖർ അടുത്ത രാജാവാകുന്ന ആദ്യ രാജാവാകുന്ന ആളെ വന്ന് കണ്ട് വണങ്ങി അദ്ദേഹത്തിന് കാഴ്ചകൾ സമർപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹം ആദ്യം സ്വീകരിക്കുന്ന ആൾ മുക്കുവ പ്രമാണിയായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതൊരു അലിഖിത നിയമമായിരുന്നു, ആ നാട്ടിലെ നടപ്പായിരുന്നു. അപ്പൊ ഒരു രാജ്യത്തെ രാജാവ് ആദ്യം സ്വീകരിക്കേണ്ട ആൾ മുക്കുവ പ്രമാണി എന്ന് പറയുമ്പോൾ ആ നാട്ടിലെ മുക്കുവരുടെ വില എന്താണ്, നില എന്താണ്? ബാക്കി എല്ലാവർക്കും പിന്നെ വരാനൊക്കൂ. അപ്പൊ ഏറ്റവും മുമ്പനായിട്ടുള്ള ആളാരാണ്? മുക്കുവനാണ്. പക്ഷെ നമ്മൾ ഈ കഥ അറിയില്ല. നമ്മൾ എന്താണ് ചെയ്തത്? ഈ നാട്ടിലെ നായന്മാര് പറഞ്ഞു, നിങ്ങളെ തൊട്ടാ നാറും, നിങ്ങൾ മീന് കൊണ്ടുപോകണം, എനിക്ക് മീന് തിന്നണം, പക്ഷെ മീന് ഞങ്ങളുടെ ഏഴേലത്ത് വെക്കാൻ പാടില്ല, അങ്ങ് ദൂരെ വെച്ചിട്ട് നീ പൊട്ടുകൊള്ളണം എന്ന് പറഞ്ഞു. നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയാതെ, നമ്മൾ കാര്യം ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരായി നമ്മൾ അതാണ് സത്യമെന്ന് പറഞ്ഞ് നമ്മൾ ഒതുങ്ങി മാറിയിട്ടുണ്ടായി. അപ്പൊ നമ്മുടെ പാണ്ഡ്യരാജ വംശത്തിന്റെ പരമ്പരകളായ നമ്മള് രാജ്യം വിട്ടുകൊടുത്തു, അത് കഴിഞ്ഞ് നമ്മുടെ മാനം വിട്ടുകൊടുത്തു. പിന്നീട് നമ്മളെ അവർക്ക് കണ്ടാൽ നാർന്നവരായിട്ട് നമ്മൾ മാറി. നമ്മൾ എന്നിട്ട് പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല, ഞങ്ങളും ബ്രാഹ്മണരാണ് അല്ലെങ്കിൽ ഞങ്ങൾ നമ്പൂതിരിയാണെന്ന് പറയുവാൻ നമ്മൾ തയ്യാറായില്ല. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. 1881 ജന്മികുടിയാൻ വ്യവസ്ഥയെക്കുറിച്ച് മാധവറാവു എന്ന് പറയുന്ന തിരുവിതാംകൂർ രാജാവ് ബ്രിട്ടീഷ് പ്രസിഡന്റിന് ഒരു റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞത് ജന്മികുടിയാൻ വ്യവസ്ഥ അനുസരിച്ചുള്ള പ്രധാന ജന്മിമാർ നമ്പൂതിരിമാരാണെന്നും ആ നമ്പൂതിരിമാർ മുക്കുവരിൽ നിന്നുണ്ടായതുമാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം റിപ്പോർട്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു. ബ്രിട്ടീഷുകാർ അതിന്മേൽ നടപടികൾ കൊടുത്തു. 1920 കേരളത്തിലെ തിരുവിതാംകൂറിലെ അസംബ്ലിയില്, അവിടുത്തെ ജനകീയ പ്രതിനിധി സഭയിൽ ഒരു വലിയ ചർച്ച നടന്നു. ജന്മികുടിയാൻ റിപ്പോർട്ടിൽ മദ്രാസിൽ റിസൾട്ടിന് കൊടുത്ത ജന്മികുടിയാൻ റിപ്പോർട്ടിൽ മുക്കുവരുടെ പിന്തുടർച്ചക്കാരാണ് നമ്പൂതിരി എന്ന് പറയുന്നു. അതുകൊണ്ട് അതങ്ങ് വെട്ടിമാറ്റണമെന്നൊരു പ്രമേയം പാസാക്കി. ആ പ്രമേയം അംഗീകരിച്ചുകൊണ്ട് ആ തിരുവിതാംകൂറിലെ അന്നത്തെ സവർണ മേധാവിത്വം മുക്കുവരുടെ മുൻതലമുറക്കാരാണ് അല്ലെങ്കിൽ നമ്പൂതിരിമാരുടെ പൂർവികരെന്ന് പറയുന്ന മുക്കുവരാണെന്നുള്ള ആ പേജങ്ങ് വെട്ടിക്കളഞ്ഞു. നമുക്ക് വേണ്ടി ചോദിക്കാൻ ആരും ഉണ്ടായിട്ടില്ല, ഇന്ന് ആരും ചോദിച്ചിട്ടില്ല.
ഞങ്ങൾ ബ്രാഹ്മണരാണ്. ഞാനത് ഒരു കാര്യം പറയുകയായിരുന്നു. ഇതാണ് ഒരു ചരിത്രം. മറ്റൊരു ചരിത്രം നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ തിരുവിതാംകൂറിലുണ്ടായിട്ടുള്ള എല്ലാ സമരങ്ങളും, എല്ലാ യുദ്ധങ്ങളും, ഞാൻ സമരമല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാ യുദ്ധങ്ങളുടെയും പ്രധാന കാതൽ മുക്കുവരായിരുന്നു. അതാണ് കുളശ്ശേരിൽ സംഭവിച്ചത്. അതിന്റെ ഒരു പ്രധാന സ്രോതസ്സാണ് എനിക്ക് തോന്നുന്നു. ഞാൻ അൽവാരി സാറിന്റെ സീരീസിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില രേഖകളിടയിൽ ഞാൻ വായിക്കാനിടയായിട്ടുണ്ട്. വലിയ തുറ എന്ന് പറയുന്ന ഇപ്പോൾ അറിയപ്പെടുന്ന സ്ഥലം, അത് അക്കാലത്ത്